തുടർച്ചയായ മൂന്നാം വ്യാപാര ആഴ്ചയിലെയും ഇന്ത്യൻ ഓഹരി വിപണിയിൽ സമ്മർദ്ദം പ്രകടമായി. മുഖ്യമായും പ്രതികൂല ആഗോള ഘടകങ്ങളാണ് ഇന്ത്യൻ വിപണിക്ക് തിരിച്ചടിയേകുന്നത്. ജനുവരി 24 അവസാനിച്ച വ്യാപാര ആഴ്ചയിൽ പ്രധാന അടിസ്ഥാന സൂചികളായ BSEയുടെ സെൻസെക്സ് 429 പോയിന്റും NSEയുടെ നിഫ്റ്റി 111 പോയിന്റ് വീതവും നഷ്ടം രേഖപ്പെടുത്തി. റിയൽ എസ്റ്റേറ്റ്, എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ, ഫാർമ തുടങ്ങിയ സെക്ടറുകളിലാണ് കൂടുതൽ തിരിച്ചടി നേരിട്ടത്. മറുവശത്ത് IT സെക്ടർ 3% നേട്ടത്തോടെ മിന്നിത്തിളങ്ങി. FMCG സെക്ടർ നേരിയ നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കി. അതേസമയം ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതിനാൽ വരുന്ന ആഴ്ചയിൽ പതിവിന് വിപരീതമായി ശനിയാഴ്ചയും ഓഹരി വിപണി പ്രവർത്തിക്കുന്നതായിരിക്കും. ബജറ്റിന് പുറമെ അമേരിക്കയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭരണ നയങ്ങളും ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളും കോർപ്പറേറ്റ് കമ്പനികളുടെ മൂന്നാംപാദ പ്രവർത്തന ഫലവും ഒക്കെ ഇന്ത്യൻ വിപണിയെ വരുന്ന ആഴ്ചയിൽ സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണ്. എന്തായാലും ഓഹരി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ വിപണിയിൽ സജീവമായാൽ വരുന്ന വ്യാപാര ആഴ്ചയിൽ ഹ്രസ്വകാല നിക്ഷേപത്തിനായി പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതും നിലവിലെ വിപണി വില 100 രൂപയിൽ താഴെ നിൽക്കുന്നതുമായ 3 ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം മുക്ത ആർട്സ്. ചലച്ചിത്ര നിർമ്മാണം, വിതരണം, പ്രദർശനം തുടങ്ങിയ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് മുക്ത ആർട്സ് ലിമിറ്റഡ്. 1982 പ്രമുഖ ബോളിവുഡ് സംവിധായകനായ സുഭാഷ് ഘൈയാണ് കമ്പനി സ്ഥാപിച്ചത്. കഴിഞ്ഞ വ്യാപാരാഴ്ചയ്ക്കൊടുവിൽ 88 രൂപയിലായിരുന്നു മുക്ത ആർട്സ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത്. 87 മുതൽ 88 രൂപ വരെ വില നിലവാരത്തിനിടയിൽ നിന്നും ഈ മൈക്രോ ക്യാപ് ഓഹരിയിൽ ഹ്രസ്വകാല നിക്ഷേപം ആലോചിക്കാവുന്നതാണെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ഹെൻസെക്സ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗം ഉപമേധാവി മഹേഷ് മോജൻ നിർദ്ദേശിച്ചു. ടെക്നിക്കൽ അനാലിസിസ് അടിസ്ഥാനമാക്കിയുള്ള നിഗമനമനുസരിച്ച് മുക്ത ആർട്സ് ഓഹരിയുടെ വിപണി വില സമീപകാലയളവിൽ 94 മുതൽ 100 രൂപ നിലവാരത്തിലേക്ക് മുന്നേറാമെന്നാണ് മുതിർന്ന അനലിസ്റ്റ് കൂടിയായ മഹേഷ് മോജിയുടെ അനുമാനം. ഇപ്പോൾ മുക്ത ആർട്സ് ഓഹരിയിൽ ഹ്രസ്വകാല നിക്ഷേപം ആലോചിക്കുന്നവർ 85 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മഹേഷ് മോജ വ്യക്തമാക്കി. NACL ഇൻഡസ്ട്രീസ്. കാർഷിക വിളകളുടെ സംരക്ഷണത്തിനാവശ്യമായ വിവിധതരം രാസവസ്തുക്കൾ നിർമ്മിക്കുന്ന അഗ്രോ കെമിക്കൽ കമ്പനിയാണ് NACL ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ആഴ്ചയിലെ വ്യാപാരത്തിനുള്ളിൽ 65 രൂപ നിലവാരത്തിലായിരുന്നു ഈ മൈക്രോ ക്യാപ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും NACL ഇൻഡസ്ട്രീസ് ഓഹരിയിൽ ഹ്രസ്വകാല നിക്ഷേപം പരിഗണിക്കാവുന്നതാണെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊന്നായ ലക്ഷ്മി ശ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗം തലവൻ അൻഷിൽ ജെയിൻ പറഞ്ഞു. ടെക്നിക്കൽ അനാലിസിസ് പ്രകാരമുള്ള വിലയിരുത്തലിൽ NACL ഇൻഡസ്ട്രീസ് ഓഹരിയുടെ വിപണി വില സമീപഭാവിയിൽ 69 രൂപ നിലവാരം മറികടക്കാമെന്നാണ് മുതിർന്ന അനലിസ്റ്റ് കൂടിയായ അൻഷിൽ ജെയിൻ്റെ അനുമാനം. ഇപ്പോൾ NACL ഇൻഡസ്ട്രീസ് ഓഹരിയിൽ ഹ്രസ്വകാല നിക്ഷേപം പരിഗണിക്കുന്നവർ 63 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും അൻഷിൽ ജെയിൻ കൂട്ടിച്ചേർത്തു. IFCI. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സേവന സ്ഥാപനങ്ങളിലൊന്നാണ് IFCI ലിമിറ്റഡ്. കഴിഞ്ഞ വ്യാപാരാഴ്ചയ്ക്കൊടുവിൽ 53 രൂപ 90 പൈസയിലായിരുന്നു ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത്. അതേസമയം 52 മുതൽ 53 രൂപ 50 പൈസ നിലവാരത്തിനിടയിൽ നിന്നും IFCI ഓഹരിയിൽ ഹ്രസ്വകാല നിക്ഷേപം ആലോചിക്കാവുന്നതാണെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ഹെൻസെക്സ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗം ഉപമേധാവി മഹേഷ് മോജ പറഞ്ഞു. ടെക്നിക്കൽ അനാലിസിസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള നിഗമനം അനുസരിച്ച് IFCI ഓഹരിയുടെ വിപണി വില സമീപകാലയളവിൽ 56 മുതൽ 60 രൂപ നിലവാരത്തിലേക്ക് മുന്നേറാമെന്നാണ് മുതിർന്ന അനലിസ്റ്റുകൂടിയ മഹേഷ് മോജ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ IFCI ഓഹരിയിൽ ഹ്രസ്വകാല നിക്ഷേപം ആലോചിക്കുന്നവർ 50 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കൂടി മഹേഷ് മോജ വ്യക്തമാക്കി. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച 3 സ്മോൾ ക്യാപ് ഓഹരികളുടെ നിക്ഷേപ സംബന്ധമായ അഭിപ്രായം ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പങ്കുവച്ചതാണ്. ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.